ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റിയിലെ ബ്ലോക്ക് 1-ലെ 3rd യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ബ്ലോക്ക് 1 യൂണിറ്റ് 3 നാഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അതിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റ്ലെസ് സമൂഹത്തെക്കുറിച്ച്, അതായത് സ്റ്റേറ്റ്ലെസ് സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നത്. സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു രാഷ്ട്രീയ ഭരണാധികാരികളൊന്നും ഇല്ലാത്തൊരു സമൂഹമാണ് സ്റ്റേറ്റ്ലെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്ത സമൂഹത്തെയാണ് സ്റ്റേറ്റ്ലെസ് എന്ന് പറയാം. അപ്പോൾ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ 3rd യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആർ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ അബ്സെൻസ് ഓഫ് എനി സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ implying that there is no formal agency of social control as you find them in contemporary society. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? അതായത് സമകാലിക സമൂഹങ്ങളിൽ, കണ്ടംപററി സൊസൈറ്റി പറഞ്ഞാൽ എന്താണ്? സമകാലിക സമൂഹങ്ങളിൽ കേന്ദ്രീകൃത സംവിധാനത്തിന്റെ അഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്റ്റേറ്റ്ലെസ് സമൂഹങ്ങളെ നിർവചിച്ചിരുന്നത്. അപ്പോ കണ്ടംപററി സൊസൈറ്റിയിലെ എങ്ങനെയാണ് ഒരു സമകാലിക സമൂഹത്തിലെ സ്റ്റേറ്റ്ലെസ് സമൂഹത്തെ നിർവചിച്ചത് എങ്ങനെയാണെന്നാ പറയുന്നത്? കേന്ദ്രീകൃത സംവിധാനത്തിന്റെ അഭാവമായിട്ടാണ് ഒരു കണ്ടംപററി സമൂഹത്തിൽ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ നിർവചിച്ചത്. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആർ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ അബ്സൻസ് ഓഫ് എനി സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഒരു കേന്ദ്രീകൃത രാഷ്ട്രീയ ഘടനയുടെ അഭാവമായിട്ടാണ് കണ്ടംപററി സമൂഹത്തിൽ, ഒരു സമകാലിക സമൂഹത്തിൽ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ നിർവചിച്ചത്. ഏതിന്റെ അഭാവമായിട്ടാണ്? സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, ഒരു കേന്ദ്രീകൃത രാഷ്ട്രീയ ഘടനയുടെ അഭാവമായിട്ടാണ് ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിൽ, ഒരു സമകാലിക സമൂഹത്തിൽ ഏതിനെ നിർവചിച്ചത്? സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ നിർവചിച്ചത്. ആൻഡ് ദെൻ the types of kinship and lineage system guided the political order of stateless society. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്ലെസ് സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. കിൻഷിപ്പ് ആൻഡ് ലീനേജ് സിസ്റ്റം ഗൈഡഡ് ദ പൊളിറ്റിക്കൽ ഓർഡർ. ഇവിടെ ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിലെ രാഷ്ട്രീയ ക്രമം എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? കിൻഷിപ്പിലൂടെയും ലീനേജ് സിസ്റ്റത്തിലൂടെയുമായിരുന്നു. ഒരു സ്റ്റേറ്റ്ലെസ് സമൂഹത്തിലെ പൊളിറ്റിക്കൽ ഓർഡർ എന്ന് പറയുന്നത് കിൻഷിപ്പിലൂടെയും ലീനേജ് സിസ്റ്റത്തിലൂടെയുമായിരുന്നു. അപ്പൊ പൊളിറ്റിക്കൽ ഓർഡർ ഗൈഡ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാ? സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിലെ കിൻഷിപ്പും ലീനേജും. സ്റ്റേറ്റ് സൊസൈറ്റി emerged with agricultural revolution of state are made possible only if there is a surplus generate that can support a non-state. അതായത് ഒരു സ്റ്റേറ്റ്ലെസ് സമൂഹത്തിൽ സ്റ്റേറ്റ് സൊസൈറ്റി emerged with, ഒരു സ്റ്റേറ്റ് സൊസൈറ്റിയിലാണെങ്കിൽ അവിടെ എന്തിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്? സ്റ്റേറ്റ് സൊസൈറ്റി emerged with, ഒരു സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ആവിർഭാവം. emerged പറഞ്ഞാൽ ആവിർഭാവം. ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ കുറിച്ചാണ്. ഇനി പറയുന്നത് ഒരു സ്റ്റേറ്റ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സമൂഹത്തിന്റെ ആവിർഭാവത്തോടെ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ ആ സ്റ്റേറ്റ് ആർ സപ്പോർട്ട് എ നോൺ സ്റ്റേറ്റ് കിൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സൊസൈറ്റി ഡിഡ് നോട്ട് produce a surplus as they did not have any stratification to demand the production of a surplus. അതേപോലെ തന്നെ പിന്നീട് എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് സൊസൈറ്റി emerged with agricultural revolution.
അതായത് ഇവിടെ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് എന്താ പറയുന്നത്? കൃഷിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും ഒരു ബന്ധുത്വമില്ലാത്തതായിരുന്നു. അത് മാത്രല്ല സാമൂഹ്യ അധിഷ്ഠിതമായ സമൂഹങ്ങൾ തുടരുകയായിരുന്നു. കൃഷിക്ക് അഗ്രികൾച്ചറൽ റെവല്യൂഷന് മുമ്പുള്ള കാലഘട്ടത്തില് ഇവിടെ എങ്ങനെയായിരുന്നു? ഒരു ബന്ധവും ആരും പുലർത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് സൊസൈറ്റി എമർജ്ഡ് വിത്ത് അഗ്രികൾച്ചറൽ റെവല്യൂഷൻ. അഗ്രികൾച്ചറൽ റെവല്യൂഷന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഇവിടെ എന്ത് പ്രാപ്യമായിരുന്നില്ല? സ്റ്റേറ്റ് മെയ്ഡ് പോസിബിൾ ഓൺലി ഇഫ് ദർ ഈസ് ജനറേറ്റഡ് ദാറ്റ് ക്യാൻ സപ്പോർട്ട് നോൺ സ്റ്റേറ്റ് കിൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. യാതൊരു വിധത്തിലുള്ള രക്തബന്ധമോ കമ്മ്യൂണിറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതിന് മുമ്പുള്ള കാലഘട്ടത്തില്? അഗ്രികൾച്ചറൽ റെവല്യൂഷന്റെ മുമ്പുള്ള കാലഘട്ടത്തില് സമൂഹത്തിലുള്ളവർ യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്തിയിരുന്നില്ല. കാർഷിക മേഖല വന്നതോടുകൂടിയാണ് സമൂഹത്തിലെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ബന്ധം പുലർത്താൻ തുടങ്ങിയത്. മാത്രല്ല പിന്നെന്താണ് അവിടെ പറയുന്നത്? ആൻഡ് ദെൻ based society did not produce a surplus. They did not have any stratification that demand the production of a surplus. പിന്നീടാണ് ഉൽപാദനവും ഉൽപാദനത്തിനെ സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്തുകൊണ്ടുള്ള ഉൽപാദന മിച്ചമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അഗ്രികൾച്ചറിന് മുമ്പുള്ള കാലഘട്ടത്തില് സമൂഹത്തിൽ ആളുകൾ ബന്ധം പുലർത്തിയിരുന്നില്ല. അഗ്രികൾച്ചർ കാർഷിക മേഖല ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഉൽപാദന മിച്ചത്തെക്കുറിച്ചും ആളുകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ തുടക്കം കുറിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. Even when the agricultural transition was made, most parts of India continued as non-state kinship and community-based society. Agricultural transition എല്ലാവരും കാർഷിക മേഖലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ എന്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി? കണ്ടിന്യൂഡ് ആസ് നോൺ സ്റ്റേറ്റ് കിൻഷിപ്പ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സൊസൈറ്റി. ഒരു കാർഷിക മേഖലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ കമ്മ്യൂണിറ്റി, അതായത് നമ്മളുടെ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ അതൊരു ഭരണവ്യവസ്ഥയില്ലാത്ത സ്റ്റേറ്റ് ആവുകയും കിൻഷിപ്പ് രക്തബന്ധം നിലനിർത്തുകയും കമ്മ്യൂണിറ്റിയായി മാറുകയും ചെയ്തു. ഈവൻ വെൻ ദ അഗ്രികൾച്ചറൽ ട്രാൻസിഷൻ അഗ്രികൾച്ചറിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളും എന്തായി? നോൺ സ്റ്റേറ്റുമായി, കിൻഷിപ്പുമായി, കമ്മ്യൂണിറ്റിയായി. പക്ഷെ അഗ്രികൾച്ചറൽ റെവല്യൂഷന്റെ മുന്നേ ഇവിടെ നിലനിന്നിരുന്നില്ല? കിൻഷിപ്പും കമ്മ്യൂണിറ്റിയും നിലനിന്നിരുന്നില്ല. Where land is not owned and there is no well developed concept of property and of land revenue. ആ കാലഘട്ടത്തില് ലാൻഡിന് ഓണറെ ഒന്നും നിശ്ചയിച്ചിരുന്നില്ല. അതേപോലെ തന്നെ വസ്തുവിന്മേലും ലാൻഡ് റവന്യൂ ഒന്നും നൽകിയിരുന്നില്ല. കാർഷിക മേഖലയുടെ തുടക്ക കാലഘട്ടത്തില് ലാൻഡ് റവന്യൂവോ അതേപോലെ തന്നെ ലാൻഡിനൊരു പ്രത്യേകം ഓണറെ ഒന്നും നിയമിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. വേർ ലാൻഡ് ഈസ് നോട്ട് ഓൺഡ് പറഞ്ഞാൽ ഓണർഷിപ്പ്. അപ്പോ ലാൻഡിന് ഒരു പ്രത്യേകം തരത്തിലുള്ള ഓണർഷിപ്പോ അതേപോലെ തന്നെ പ്രോപ്പർട്ടിമേല് റവന്യൂ മേടിക്കുന്ന രീതിയൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സ്കോളേഴ്സ് ഹാവ് ടു വ്യൂസ് ഓൺ ലിങ്ക് ഓഫ് അഗ്രികൾച്ചർ, സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ. എന്നാല് പിന്നീട് വന്ന കാലഘട്ടത്തിൽ സ്കോളേഴ്സ് പറഞ്ഞ ആരാണ്? ചിന്തകന്മാര്. പിന്നീടാണ് ഏത് ആശയങ്ങളൊക്കെ ഉണ്ടാവൽ തുടങ്ങിയത്? സ്കോളേഴ്സ് ഹാവ് ടു വ്യൂ ഓൺ ലിങ്ക് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ രണ്ട് ആശയങ്ങൾ ഉണ്ടായി, സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ. സ്കോളേഴ്സിന്റെ അഭിപ്രായത്തില് അഗ്രികൾച്ചറിൽ പിന്നീട് രണ്ട് ആശയങ്ങൾ ഉയർന്നു വന്നു. സർപ്ലസ് പ്രൊഡക്ഷനും വന്നു, സ്റ്റേറ്റ് ഫോർമേഷനും വന്നു. സ്റ്റേറ്റിനെ രൂപീകരിക്കുക, ഉൽപാദന മിച്ചം ഉണ്ടാക്കുക. സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദന മിച്ചം. അപ്പൊ ഉൽപാദന മിച്ചം നേടുകയും
സ്റ്റേറ്റിനെ രൂപീകരിക്കുക എന്നീ ആശയങ്ങൾ പിന്നീട് വന്നതാണ്. ആദ്യ കാലഘട്ടത്തില് ഇവിടെ അങ്ങനെ ഒരു ഉൽപാദന മിച്ചത്തിനോ ലാൻഡിന് ഓണർഷിപ്പോ അതേപോലെ തന്നെ റവന്യൂ കൊടുക്കുന്ന രീതിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കിൻഷിപ്പിനും കമ്മ്യൂണിറ്റിക്കുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. പിന്നീടാണ് ഏതാശയങ്ങൾ വന്നത്? സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ തുടങ്ങി ഐഡിയാസുകൾ ഉടലെടുത്തത്. അതിലെ സെക്കൻഡ് പാരഗ്രാഫ് ആണ് ഇനി പറയുന്നത്. The history of the beginning of civilization in Indian subcontinent starts with Indus Valley civilization, which is also known as Harappan civilization. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നാഗരികതയുടെ ആരംഭ ചരിത്രം ആരംഭിക്കുന്നത് ഹാരപ്പൻ നാഗരികത എന്നറിയപ്പെടുന്ന സിന്ധു നദീതട നാഗരികതയിൽ നിന്നാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ് ഹാരപ്പൻ നാഗരികത ഉയർന്നു വന്നത്. ദ ഹിസ്റ്ററി ഓഫ് ദ ബിഗിനിങ് ഓഫ് സിവിലൈസേഷൻ, നാഗരികതയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഹാരപ്പൻ സംസ്കാരം, ഹാരപ്പൻ നാഗരികത ഉടലെടുത്തത് എവിടെ നിന്നാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. And then scholars have argued that there existed uniformity in this civilization in terms of the construction of its cities. അതേപോലെ നഗരങ്ങളുടെ നിർമ്മാണത്തിൽ ഈ നാഗരികതയിൽ ഏകീകൃത നിലനിന്നിരുന്നു എന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നു. സ്കോളേഴ്സ് ഹാവ് ആർഗ്യൂഡ് ദാറ്റ്, സ്കോളേഴ്സ് ഉറപ്പ് നൽകുന്നു ഏതിന്റെ രൂപീകരണത്തിൽ? സിവിലൈസേഷന്റെ രൂപീകരണത്തിലൂടെ ഇവിടെ യൂണിഫോമിറ്റി എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട്. അപ്പൊ ഇവിടെ നാഗരികതയുടെ രൂപീകരണത്തോടെ ഇവിടെ എന്ത് രൂപീകൃതമായി എന്നാ പറയുന്നത്? ഒരു ഏകീകൃതം അഥവാ യൂണിഫോമിറ്റി നിലനിൽക്കാൻ കാരണമായി എന്ന് ആരഭിപ്രായപ്പെടുന്നു? സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നു. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫിലെ ഇമ്പോർട്ടന്റ്. ആൻഡ് തേർഡ് പാരഗ്രാഫ്. The Vedic society was primarily pastoral nomadic. It did not have knowledge of agriculture in the beginning. വൈദിക സമൂഹം പാസ്റ്ററൽ നോമഡിക് ആയിരുന്നു. എന്താ പാസ്റ്ററൽ നോമഡിക്? കാരണം നാടോടികളായിരുന്നു. അതായത് വേദിക് സമൂഹം, വേദിക് സൊസൈറ്റി എങ്ങനെയുള്ളവരായിരുന്നു? പാസ്റ്ററൽ നോമഡിക്. പാസ്റ്ററൽ നോമഡിക്, PASTORAL, പാസ്റ്ററൽ. നോമഡിക്, NOMADIC, നോമഡിക്. അപ്പൊ ഒരു വേദിക് സമൂഹം എങ്ങനെയുള്ളവരായിരുന്നു? പാസ്റ്ററൽ നോമഡിക് ആയിരുന്നു. വേദിക് സമൂഹം പ്രധാനമായും ഒരു നാടോടി സമൂഹമായിരുന്നു. It did not have knowledge of agriculture in the beginning. തുടക്കത്തിൽ കൃഷിയെ കുറിച്ച് അവർക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. വേദിക് സമൂഹം ഒരു നാടോടി സമൂഹമായിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് നോളജ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ ബിഗിനിങ്. കൃഷിയെ കുറിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് പ്രൈമർലി ഗൈഡഡ് ബൈ ലീനേജ് സിസ്റ്റം. പ്രധാനമായും ഒരു ലീനേജ് സമ്പ്രദായമാണ് അവർ നയിച്ചത്. ഇറ്റ് വാസ് പ്രൈമർലി ഗൈഡഡ് ബൈ ലീനേജ് സിസ്റ്റം. പ്രധാനമായും അവർ നയിച്ചിരുന്നത് ഒരു ലീനേജ് സമ്പ്രദായമായിരുന്നു. The sociological classification of stateless society make it evident that kinship and lineage and central features of guiding the political organization of stateless society. മാത്രമല്ല സ്റ്റേറ്റ്ലെസ് സമൂഹങ്ങളുടെ സാമൂഹിക ശാസ്ത്രപരമായ വർഗീകരണം സ്റ്റേറ്റ്ലെസ് സമൂഹങ്ങളുടെ രാഷ്ട്രീയ ഘടനയെ നയിക്കുന്ന കേന്ദ്ര സവിശേഷതകളാണ് ബന്ധുത്വവും ലിങ്കേജും എന്ന് വ്യക്തമാക്കുന്നു. അതായത് ദ സോഷ്യോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി, സമൂഹശാസ്ത്ര രീതിയിലുള്ള സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാല് അവിടെ ബന്ധുത്വവും കിൻഷിപ്പും ലീനേജുമാണ് അവിടെ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നത്? അവിടെ ബന്ധുത്വവും അതേപോലെ തന്നെ ലീനേജുമാണ് അവിടുത്തെ പ്രധാന സവിശേഷതകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. And then it is argued that
Characteristics of lineage system do appear to be recognizable in much of what we know Vedic society. വേദ സമൂഹത്തെ കുറിച്ച് നമുക്കറിയാവുന്ന പലതും വംശാവലി വ്യവസ്ഥയുടെ സവിശേഷതകൾ തിരിച്ചറിയാൻ കഴിയുന്നതായി തോന്നുന്നു. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീനേജ് സിസ്റ്റത്തിന്റെ ക്യാരക്ടർ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ടു ബി റെക്കഗ്നൈസബിൾ ഇൻ മച്ച് ഓഫ് വാട്ട് വി നോ വേദിക് സൊസൈറ്റി. വേദ സമൂഹത്തെ കുറിച്ച് നമുക്കറിയാവുന്ന പലതും ഏതിലുണ്ട്? ലീനേജ് സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലീനേജ് സൊസൈറ്റി, ലീനേജ് സിസ്റ്റത്തിന്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് വേദിക് സമൂഹത്തെ കുറിച്ച് പലതും ഏത് സമ്പ്രദായത്തിലുണ്ട്? ലീനേജ് സിസ്റ്റത്തിലുണ്ട്. ലീനേജ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? വേദിക് സൊസൈറ്റിയെ കുറിച്ച് പലതും ഏതില് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്? ലീനേജ് സിസ്റ്റത്തിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് തേർഡ് പാരഗ്രാഫിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യയിലെ ഫസ്റ്റ് പാരഗ്രാഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. സെക്കൻഡ് പാരഗ്രാഫ്, അത് തേർഡ് പാരഗ്രാഫ്, ഇനി ഒരു പാരഗ്രാഫും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ എഴുതിയിട്ട കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ടാണ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ക്ലാസ് കാണുമ്പോൾ എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യയിലെ ഫോർത്ത് പാരഗ്രാഫാണ് പറയുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മൾ പറഞ്ഞു. ഇനി അതിലെ ഫോർത്ത് പാരഗ്രാഫാണ്. എന്തൊക്കെയാണ് ആ ഫോർത്ത് പാരഗ്രാഫിലൂടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻ ഫാക്ട് ഹിസ്റ്റോറിയൻ ലൈക്ക് Wolpert have raised doubt about the Aryan conquest theory, saying that in comparison to the fortified and well-developed city of Mohenjo-daro and Harappa, the Aryans did not have the technological or military capability of storming the city. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ ഫാക്ട് ഹിസ്റ്റോറിയൻസ് ലൈക്ക് വോൾപാർട്ട് ഹാഫ് റൈസ്ഡ്, വോൾപാർട്ടിന്റെ അഭിപ്രായത്തില് ആര്യൻ കൺക്വസ്റ്റ് തിയറി സെയിങ് ദാറ്റ് കമ്പാരിസൺ ടു ദ ഫോർട്ടിഫൈഡ് ആൻഡ് വെൽ ഡെവലപ്ഡ് സിറ്റീസ് ഓഫ് മോഹൻജദാരോ, അതായത് മോഹൻജദാരോ, ഹാരപ്പ തുടങ്ങി സിറ്റികളില് ഇവിടെ Aryan conquest theory saying that in comparison to fortified and developed city Mohenjo-daro and Harappa. അപ്പോൾ മോഹൻജദാരോയെയും ഹാരപ്പയെയും ഇവിടെ കമ്പാരിസൺ ചെയ്യാണ്. മോഹൻജദാരോ, ഹാരപ്പ എന്നിവ കോട്ട കെട്ടിയും വികസിതമായ നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആര്യന്മാർക്ക് ആക്രമിക്കാനുള്ള സാങ്കേതികമോ സൈനികമോ ആയ ശേഷി ഉണ്ടായിരുന്നില്ല. In fact, historians like Wolpert have raised doubt about the Aryan conquest theory, saying that in comparison to the fortified and well-developed city of Mohenjo-daro and Harappa, the Aryans did not have the technological or military capability storming the city. മോഹൻജദാരോയെയും ഹാരപ്പയെയും കോട്ട കെട്ടി വികസിത നഗരങ്ങളായി താരതമ്യപ്പെടുത്തുമ്പോൾ, മോഹൻജദാരോയും ഹാരപ്പയും കോട്ട കെട്ടി വികസിത നഗരങ്ങളായിട്ട് അവയെ താരതമ്യം ചെയ്യുമ്പോൾ ആര്യന്മാർക്ക് സാങ്കേതികമോ സൈനികമോ ആയ ശേഷി ഉണ്ടായിരുന്നില്ല എന്ന് വോൾപോർട്ട് പോലുള്ള ചരിത്രകാരന്മാർ വ്യക്തമാക്കി. അപ്പോൾ വോൾപോർട്ടിനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ഇവിടെ എന്താണ് വ്യക്തമാക്കിയത്? മോഹൻജദാരോയും ഹാരപ്പയും കോട്ട കെട്ടി സുരക്ഷിതമായി നിർത്തിയത് കൊണ്ട് തന്നെ അവയെ ആക്രമിക്കാൻ ഉള്ള ശക്തി ആർക്കുണ്ടായിരുന്നില്ല? സാങ്കേതികപരമായിട്ടും സൈനികപരമായിട്ടും ആർക്കുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്? ആര്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഏതിനെ കോട്ട കെട്ടി സുരക്ഷിതമാക്കിയത് കൊണ്ടാണത്? മോഹൻജദാരോയെയും ഹാരപ്പയെയും, മോഹൻജദാരോ ആൻഡ് ഹാരപ്പ, മോഹൻജദാരോയെയും അതേപോലെ തന്നെ ഹാരപ്പയെയും കോട്ട കെട്ടി സംരക്ഷിച്ചത് കൊണ്ട് ആര്യന്മാർക്ക്
അതിനെ ആക്രമിക്കാനുള്ള സൈനിക ശക്തിയോ സാങ്കേതിക ശക്തിയോ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രകാരനായിട്ടുള്ള വോൾപ്പർട്ട് അഭിപ്രായപ്പെട്ടു. ആൻഡ് ദെൻ doubt are also cast on veracity of the term where Aryans seem to have linguistic rather than racial category. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്, ആര്യൻ ഒരു വംശീയ വിഭാഗമല്ല, ഭാഷാപരമായ വിഭാഗമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൗട്ട് ആർ ആൾസോ, ആര്യൻസ് എന്തായിട്ടാണ് അവിടെ മനസ്സിലാക്കുന്നത്, ഒരു റേഷ്യൽ അല്ല, ആര്യൻസ് ലിംഗ്വിസ്റ്റിക് ആണ് എന്നാ പറയുന്നത്. അതായത് ഡൗട്ട് ആർ ആൾസോ കാസ്റ്റ് ഓൺ വെറാസിറ്റി ഓഫ് ദിസ് ടേം വേർ ആര്യൻ സീം ടു ഹാവ് ബീൻ എ ലിംഗ്വിസ്റ്റിക് റാദർ ദാൻ റേഷ്യൽ കാറ്റഗറി. അതായത് ആര്യൻ ഒരു വംശീയ വിഭാഗമല്ല, ഭാഷാപരമായ വിഭാഗമായിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസ് വോൾപ്പർട്ട് പുട്ട് ഇറ്റ്, ആര്യൻ വാസ് എ പേഴ്സൺ ഓഫ് ഹൈ റാങ്ക് ആൻഡ് കോമൺ കാറ്റഗറി ഓഫ് ദ ആര്യൻ റെഫേർഡ് ടു ആസ് വേർ പ്രോബബിലി ദ ancestors ഓഫ് ദ ലേറ്റർ വൈശ്യാസ്. അതേപോലെ വോൾപ്പർട്ട് പറയുന്നത് പോലെ ആര്യന്മാരെ വൈശ്യരേക്കാൾ എത്രയോ മുകളിലായിരുന്നു എന്നാണ് ആര് പറയുന്നത്, വോൾപ്പർട്ട് അഭിപ്രായപ്പെടുന്നത്. ആസ് വോൾപ്പർട്ട് പുട്ട് ആര്യൻ വാസ് എ പേഴ്സൺ ഓഫ് ഹൈ റാങ്ക്. ഹൈ റാങ്ക് പറഞ്ഞാൽ എന്താ, വൈശ്യരേക്കാൾ ഉയർന്ന കാറ്റഗറിയിൽ ഉയർന്ന തട്ടിലായിരുന്നു ആരുടെ സ്ഥാനം എന്ന് പറയുന്നത്, വോൾപ്പർട്ടിന്റെ അഭിപ്രായത്തിൽ ആര്യന്മാരുടെ സ്ഥാനം. This is a reflection similar to that of Ambedkar, who was thinks that this division were political and flexible. അതേപോലെ തന്നെ this is a reflection similar to Ambedkar, who was think that this division were political and flexible. അതെ, അംബേദ്കറുടെ സമാനമായ ഈ വിഭജനങ്ങൾ രാഷ്ട്രീയവും അതേപോലെ തന്നെ പിന്നെ ഏതാണ് അയവുള്ളതുമായ അംബേദ്കറുടെ തിയറിക്ക് സമാനമായിട്ടുള്ള പ്രതിഫലനമാണ്. അപ്പോ ദിസ് ഈസ് റിഫ്ലക്ഷൻ, ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻ പിന്നെ ആരുടെ ചിന്താഗതിക്ക് കാരണമായി എന്നാ പറയുന്നത്, അംബേദ്കർ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയ ചിന്താഗതികൾ ഉയർന്നു വരാൻ കാരണമായി. അപ്പോ വോൾപ്പർട്ട് പറയാണ് ആര്യന്മാര് ആർക്ക് മുകളിലുള്ളവരാണ്, വൈശ്യാസിന് മുകളിലുള്ളവരാണ് ആര്യന്മാര് എന്ന് പറയുകയാണ്, വോൾപ്പർട്ട് അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻ പ്രതിഫലനം അംബേദ്കറെ പോലെയുള്ള ആളുകൾക്ക് എന്തിന് കാരണമായി തീർന്നു, രാഷ്ട്രീയപരമായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഭാഗീയത ഉയർന്നു വരാൻ കാരണമായി. ഇതാണ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നതിലെ 4th പാരഗ്രാഫിലൂടെ പറയുന്ന കാര്യങ്ങൾ. അടുത്തത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി, അതായത് സ്റ്റേറ്റ് ഇല്ലാത്ത സമൂഹത്തിൽ നിന്നും സ്റ്റേറ്റ് ഉള്ള സമൂഹത്തിലേക്കുള്ള പരിവർത്തനം. ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ. സ്റ്റേറ്റ്ലെസ് സമൂഹത്തിൽ നിന്നും സ്റ്റേറ്റ് സൊസൈറ്റിയിലേക്കുള്ള പരിവർത്തനം ഇന്ത്യയുടെ. The transition from stateless society to state society takes place a particular juncture in Indian history. It happened at a point when the agricultural production and social relation in society reached the stages where producing agricultural surplus is possible and standing could be maintained. അതായത് ഒരു സ്റ്റേറ്റ്ലെസ് സമൂഹത്തിൽ നിന്നും സ്റ്റേറ്റ് സമൂഹത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും അഗ്രികൾച്ചറൽ സർപ്ലസിനുമാണ്. ഒരു സ്റ്റേറ്റ്ലെസ് സമൂഹത്തിൽ നിന്നും ഒരു സ്റ്റേറ്റ് സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ, ഒരു സ്റ്റേറ്റ്ലെസ് സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് ഇല്ലാത്ത സമൂഹം. സ്റ്റേറ്റ് ഇല്ലാത്ത സമൂഹത്തിൽ നിന്നും
സ്റ്റേറ്റ് ഉള്ള സമൂഹത്തിലേക്ക് പരിവർത്തനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആണ്, കാർഷിക ഉൽപാദനത്തിനാണ്. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ സർപ്ലസ് വാസ് പോസിബിൾ ആൻഡ് സ്റ്റാൻഡിങ് കുഡ് ബി മെയിൻറ്റെയിൻ. കാർഷിക മേഖലയിൽ കൂടുതൽ മിച്ചം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റാൻഡിങ് പോയിന്റ് ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സ്റ്റേറ്റ് സൊസൈറ്റിയിൽ നിന്നും സ്റ്റേറ്റ് സൊസൈറ്റിയിലേക്ക് ഇന്ത്യ മാറിയപ്പോൾ പ്രാധാന്യം കൊടുത്തത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആണ്. അത് മാത്രമല്ല, സോഷ്യൽ റിലേഷൻ ഇൻ സൊസൈറ്റി റീച്ച്ഡ് സ്റ്റേജ് വെയർ പ്രൊഡ്യൂസിങ് അഗ്രികൾച്ചറൽ സർപ്ലസ്. കാർഷിക മേഖലയില് കൂടുതൽ സർപ്ലസ്, കൂടുതൽ എന്തുണ്ടാക്കുക എന്നതായിരുന്നു, കാർഷിക മിച്ചം ഉണ്ടാക്കുക. ഒരു സ്ഥിരമായിട്ട് കാർഷിക മേഖലയിൽ കാർഷിക മിച്ചം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്തത്. The period depicted in the Maharashtra that is dated to around 1st century AD show that some small feudal kingdom were availing Arthashastra of Kaudilya. അർത്ഥശാസ്ത്ര ഓർ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? Kaudilya, which is described as one of the significant steps to understand the nature of state in ancient India. അതായത് പിന്നീട് അവിടെ എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് AD 1-ാം നൂറ്റാണ്ടില് കരുതപ്പെടുന്ന മഹാഭാരതത്തിൽ ചിത്രീകരിക്കുന്ന കാലഘട്ടം ചില ചെറിയ ഫ്യൂഡൽ രാജ്യങ്ങൾ ഉയർന്നു വരുന്നതായി പറയുന്നു. The period of depicted in the Maharashtra, this is dated around in 1st century. മഹാരാഷ്ട്രയിലെ 1-ാം നൂറ്റാണ്ടിലെ 1st centuryയിലെ മഹാരാഷ്ട്രയിൽ എന്തുയർന്നു വന്നതായിട്ടാണ്? The period depicted in Maharashtra, depicted നാട്ടോ, the period depicted in the Maharashtra that is dated to around 1st century AD shows that some feudal kingdom എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഉയർന്നു വന്നതായി പറയപ്പെടുന്നു. എവിടെ? മഹാരാഷ്ട്രയിൽ. എന്ന് 1st centuryയിൽ 1-ാം നൂറ്റാണ്ടിലെ മഹാരാഷ്ട്രയിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാർ വളർന്നു വന്നതായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഉയർന്നു വരുന്നതായിട്ട് കാണിക്കുകയും അതേപോലെ തന്നെ show the some feudal kingdom were emerging Ardhashastra to Kaudilya described as one of the significant steps to understand the nature of state ancient India. പുരാതന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ട് ഏതിനെ പരിഗണിച്ചു എന്നാ പറയുന്നത്? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ പരിഗണിച്ചു. പുരാതന ഇന്ത്യയിലെ ആൻഷ്യന്റ് ഇന്ത്യയുടെ പ്രധാന ഗ്രന്ഥമായി ആ കാലഘട്ടത്തിൽ ഏതിനെ കൺസിഡർ ചെയ്തു എന്നാണ് പറയുന്നത്? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ പരിഗണിച്ചിരുന്നു. അർത്ഥശാസ്ത്ര ഓഫ് കൗടില്യ described one of the significant tests to understand the nature of state in ancient India. പുരാതന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റായി ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ട് ഏതിനെ കണക്കാക്കി എന്നാ പറയുന്നത്? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ കണക്കാക്കിയിരുന്നു. അതിലെ 2nd പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. Therefore, you will find that Ganga Valley was the place where the first republic of ancient India developed, which is called Ganasanga. Therefore, you will find the Ganga Valley, Ganga Samadalangal. Ganga Valley was the place where the first republic of ancient India. പുരാതന ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ആയിട്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? ഗംഗാ സമതലങ്ങളെ അറിയപ്പെടുന്നത്. ഇന്ന് അത് വികസിച്ചിട്ട് എന്തായി? ഗണസംഘാസ്. Therefore, you will find Ganga Valley was the place where first republic of ancient India. Ancient ഇന്ത്യയുടെ
ഫസ്റ്റ് റിപ്പബ്ലിക് ആയിട്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? ഗംഗാ വാലിയെ അറിയപ്പെടുന്നത്, ഗംഗാ സമതലത്തെ അറിയപ്പെടുന്നത്. മാത്രല്ല ഇന്ന് അതിനെ ഫസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ആൻഷ്യൻ ഇന്ത്യ. ഇന്നിപ്പോ അത് വികസിച്ച് ഡെവലപ്പ് ചെയ്ത് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഗനസംഘ എന്ന പേരിൽ അറിയപ്പെടുന്നു. Cradle of urban civilization was Mesopotamia on the banks of the Euphrates and the Tigris rivers and the Hindu river and its tributaries, the site of the Indus Valley or Harappan civilization. അതേപോലെ തന്നെ പിന്നീട് അതിലെന്താണ് വ്യക്തമാക്കുന്നത്? Thus the cradle of urban civilization and Mesopotamia. അർബൻ സിവിലൈസേഷൻ, നഗരവൽക്കരണം എവിടെയാണ് ഉണ്ടായത്? നഗരത്തിന്റെ നാഗരികത എന്ന് പറയുന്നത് എവിടെയാണ്? മെസോപ്പൊട്ടോമിയയിലായിരുന്നു. അത് ഏത് നദീതീരത്താണ്? ടിഗ്രീസ് റിവർ ആൻഡ് ഇൻഡസ് റിവർ. അപ്പോ ഹാരപ്പൻ സിവിലൈസേഷനും അതേപോലെ തന്നെ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ തുടങ്ങി നഗരവൽക്കരണം ഉയർന്നു വന്നത് ഏത് നദീതീരങ്ങളിൽ നിന്നാണ് എന്നാ പറയുന്നത്? ഇൻഡസ് വാലി ഓർ അതേപോലെ തന്നെ ഏതാണ്? ടിഗ്രീസ് നദീതീരങ്ങളിൽ നിന്നാണ്. ഈ നാഗരികതയുടെയൊക്കെ വളർച്ച അത് ഏതിനും കാരണമായി തീർന്നു? നഗരവൽക്കരണത്തിനും കാരണമായി എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ടിഗ്രി നദികളുടെയും ഇൻഡസ് നദികളുടെയും തീരത്തായിരുന്നു ഏത് നാഗരികതയുടെ വളർച്ച ഉയർന്നു വന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ, അതേപോലെ തന്നെ മെസോപ്പൊട്ടോമിയ സിവിലൈസേഷൻ തുടങ്ങിയ അർബണൈസേഷൻ അവയുടെയൊക്കെ നഗരവൽക്കരണം ഉയർന്നു വന്നത് ഈ നദീതീരങ്ങളിലാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ദെൻ തേർഡ് പാരഗ്രാഫിലേക്ക് കടക്കാം. ദ റിപ്പബ്ലിക് ഡെവലപ്ഡ് അലോങ് സൈഡ് മൊണാർക്കീസ്. അതേപോലെ തന്നെ രാജവാഴ്ചയ്ക്കൊപ്പം റിപ്പബ്ലിക്കുകളും വികസിച്ചു. റിപ്പബ്ലിക് ഡെവലപ്ഡ് അലോങ് സൈഡ് മൊണാർക്കീസ്. മൊണാർക്കീസ് മീൻസ് എന്താ? രാജവാഴ്ച. രാജവാഴ്ചയ്ക്കൊപ്പം തന്നെ ഏതും വികസിച്ചു എന്നാ പറയുന്നത്? റിപ്പബ്ലിക്കുകളും വികസിച്ചു. ദ റിപ്പബ്ലിക് ഡെവലപ്ഡ് അലോങ് സൈഡ് മൊണാർക്കി. സോ ടു സ്റ്റേറ്റ് സിസ്റ്റം ഡെവലപ്ഡ് അറ്റ് ദിസ് ടൈം. ഗനസംഘ ആൻഡ് മൊണാർക്കി, രണ്ട് സംവിധാനങ്ങളാണ് നിലവിൽ വന്നത് സ്റ്റേറ്റുകളിൽ. സോ ടു സ്റ്റേറ്റ് സിസ്റ്റം ഡെവലപ്ഡ്. സ്റ്റേറ്റുകളിൽ രണ്ട് സമ്പ്രദായങ്ങൾ വികസിച്ചു. ഗനസംഘ ആൻഡ് മൊണാർക്കി. ഗനസംഘയും അതേപോലെ തന്നെ പിന്നെ ഏതാണ്? രാജവാഴ്ച. മൊണാർക്കി മീൻസ് രാജവാഴ്ചകളും വികസിച്ചു. അപ്പോ റിപ്പബ്ലിക് ഡെവലപ്പ് ചെയ്ത പോലെ തന്നെ മൊണാർക്കിയും ഡെവലപ്പ് ചെയ്തു. രാജവാഴ്ചയ്ക്കൊപ്പം തന്നെ റിപ്പബ്ലിക്കും വികസിച്ചു. അതിനാൽ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റുകളിൽ രണ്ട് സംവിധാനങ്ങളാണ് നിലനിന്നിരുന്നത്. ഗനസംഘയും അതേപോലെ തന്നെ പിന്നെ ഏതാണ്? മൊണാർക്കിയും. ദിസ് ഈസ് വേർ ദ ഫസ്റ്റ് എംപയർ ഓഫ് ഇന്ത്യ മഗധ എമർജ്ഡ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായി അറിയപ്പെടുന്നത് ഏതാണ്? മഗധയാണ്. ദിസ് ഈസ് വേർ ദ ഫസ്റ്റ് എംപയർ ഓഫ് ഇന്ത്യ മഗധ എമർജ്ഡ്. This transition from pre-state or lineage society to state took place around 1600 BCE in the mid-Ganga Valley. അതായത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായിട്ട് അറിയപ്പെടുന്നത് മഗധയാണ്. പ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ വംശപരമ്പരയിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള ഈ മാറ്റം, പ്രീ സ്റ്റേറ്റ് ഓർ ലീനേജ് സൊസൈറ്റി, പ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലീനേജ് സൊസൈറ്റിയിലേക്കുള്ള ഈ മാറ്റം എന്ന് പറയുന്നത് BC 1000 അതേപോലെ തന്നെ 600 താഴേക്കാട്ടോ പോരുന്നത്. 1000 തൊട്ട് 600 BC കാലഘട്ടത്തിലാണ് ഏതിലേക്കുള്ള മാറ്റം? പ്രീ സ്റ്റേറ്റ് അഥവാ ലീനേജ് സൊസൈറ്റി. പ്രീ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ എന്താണ് ലീനേജ് സൊസൈറ്റി പറഞ്ഞാൽ എന്താണ്? വംശീയ പരമ്പരയിലേക്കുള്ള മാറ്റം ആരംഭിച്ചത് എന്നാ? 1000 നിന്നും 600 BC-യിലാണ്. അത് ഗംഗസ് വാലി മാത്രല്ല, അത് ഗംഗസ് വാലി സമതലങ്ങളിലാണ് ഈ ഒരു വംശീയമായ മാറ്റം കാണപ്പെട്ടത്.
Varna structure was prominent in monarchies, whereas Ganasanga the role of Varna structure. അതേപോലെ തന്നെ രാജവാഴ്ചയിൽ എന്തും നിലനിന്നിരുന്നു എന്നാ പറയുന്നത്? വർണ്ണഘടന, വർണ്ണ സ്ട്രക്ചർ. വർണ്ണ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ജാതിയുടെ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോ വർണ്ണ സ്ട്രക്ചർ വാസ് പ്രോമിനന്റ് ഇൻ മൊണാർക്കീസ്. രാജവാഴ്ചയിലും എന്ത് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്? രാജവാഴ്ച കാലഘട്ടത്തിലും ഈ വർണ്ണ സിസ്റ്റം നിലനിന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വർണ്ണഘടന നിലനിന്നിരുന്നു. Find the role of Varna structure but of clans and lineage cities like Kosambi, Vaishali, Rajagiri appear during the period. ആ കാലഘട്ടത്തിൽ ഈ രാജവാഴ്ചയില് വർണ്ണ സ്ട്രക്ചർ നിലനിന്നിരുന്നു നമ്മൾ പറഞ്ഞു. രാജവാഴ്ചയില് വർണ്ണഘടന നിലനിന്നിരുന്നു. മാത്രല്ല ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സിറ്റികളായി കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു? ഏതൊക്കെയാണ്? കൊസാംബി, അതേപോലെ തന്നെ വൈശാലി, രാജഗൃഹ തുടങ്ങിയ പ്രദേശങ്ങളാണ് അന്നത്തെ പ്രധാനപ്പെട്ട സിറ്റികളായിട്ട് അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലും എന്താണ് നിലനിന്നിരുന്നത്? മൊണാർക്കി ആയിരുന്നു നിലനിന്നിരുന്നത്, രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത്. രാജവാഴ്ച കാലഘട്ടത്തിലും എന്ത് പിന്തുടർന്നിരുന്നു? വർണ്ണ സ്ട്രക്ചർ പിന്തുടർന്നിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റിയുടെ 3rd പാരഗ്രാഫിലൂടെ നമുക്ക് പറയാനുള്ളത്. അതായത് റിപ്പബ്ലിക് ഡെവലപ്ഡ് അലോങ് മൊണാർക്കി. റിപ്പബ്ലിക് വികസിക്കുന്നതിനോടൊപ്പം രാജവാഴ്ചയും ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 രീതിയിലാണ് തരംതിരിച്ചത്. ഏതൊക്കെ രീതിയിലാണ്? ഗണസംഘ ആൻഡ് മൊണാർക്കി എന്ന പേരിലാണ് 2 രീതിയിൽ അതിനെ തരംതിരിച്ചിരുന്നു. ദിസ് ഈസ് ഫസ്റ്റ് എംപയർ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് എംപയർ എന്ന് പറയുന്നത് മഗധയാണ്. അവിടെ എന്ത് നിലനിന്നു? പ്രീ സ്റ്റേറ്റും ഉണ്ട്, ലീനേജ് സൊസൈറ്റി ഉണ്ടായിരുന്നു. കാലഘട്ടം എന്ന് പറയുന്നത് 1000 തൊട്ട് 600 BC വരെയാണ്. എവിടെയാണ് സമതലം? ഗംഗാവാലി സമതലങ്ങളില്. മാത്രല്ല ഈ മൊണാർക്കി കാലഘട്ടത്തിൽ തന്നെ വർണ്ണ സ്ട്രക്ചറും ഉണ്ടായിരുന്നു. ആ വർണ്ണ സ്ട്രക്ചർ നിലനിന്നിരുന്ന സിറ്റികൾ ഏതൊക്കെയായിരുന്നു? കൊസാംബിയും വൈശാലിയും രാജഗിരി തുടങ്ങിയ സിറ്റികളായിരുന്നു ഈ വർണ്ണ സ്ട്രക്ചർ നിലനിന്നിരുന്ന പ്രദേശങ്ങളായിട്ട് ആ കാലഘട്ടത്തില് അറിയപ്പെട്ടിരുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കില് ഇപ്പൊ നമ്മൾ അതിലെ 3rd പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞു. അതിലെ 4th പാരഗ്രാഫും കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിട്ടിട്ടുള്ളത്. അത് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതുക. അപ്പോൾ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റിയിലെ 1st, 2nd, 3rd പാരഗ്രാഫുകളാണ് നമ്മൾ എടുത്തത്. ഇനി അതിലെ 4th പാരഗ്രാഫും കൂടിയും പറയാനുണ്ട്. അപ്പൊ ഈ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഈ ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിലെ 4th പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. All this transformation in social organization and system was possible because of the increased agricultural production, which provided the base for the appearance of cities, state, complex class society. അതായത് all this transformation in social organization എന്തിലേക്കാണ് എല്ലാവരും ട്രാൻസ്ഫോർമേറ്റ് ചെയ്തത്? സോഷ്യൽ ഓർഗനൈസേഷനിലേക്ക്, സാമൂഹിക സംഘടനയിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാവുകയും അതിലൂടെ എന്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു? ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷിക മേഖലയിൽ വർധനവ് ഉണ്ടാകുന്നതിനും അത് കാരണമായി. ആൻഡ് ദെൻ വിച്ച് പ്രൊവൈഡഡ് എവിടൊക്കെ? സിറ്റി, സ്റ്റേറ്റ് ആൻഡ് കോംപ്ലക്സ് ക്ലാസ് സൊസൈറ്റി. അപ്പോൾ ഒരു സാമൂഹിക സംഘടനയിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്ലെസ്സിൽ നിന്നും സ്റ്റേറ്റ് സൊസൈറ്റിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷനിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു. അതിലൂടെ എന്ത് വർദ്ധിപ്പിക്കുക? അങ്ങനെ ഒരു
സോഷ്യൽ ഓർഗനൈസേഷനിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. കാർഷിക മേഖലയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്റ്റേറ്റിലെ സൊസൈറ്റിയിൽ നിന്നും സ്റ്റേറ്റ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫോർമേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയും കൂടി മാറ്റം ചെയ്യപ്പെട്ടത് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആയി മാറിയത്. ആൻഡ് ദെൻ അതെവിടൊക്കെയാണ്? സിറ്റീസ് ആയാലും സ്റ്റേറ്റ് ആയാലും കോംപ്ലക്സ് ക്ലാസ് സൊസൈറ്റി. The establishment of 15 മഹാജനപദാസ്, 16 മഹാജനപദങ്ങൾ along with their capital city and standing armies could not be achieved if agricultural surplus was not produced. പക്ഷെ ആ കാലഘട്ടത്തിൽ 16 മഹാജനപദങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യുകയും മഗധയില് 16 മഹാജനപദങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യുകയും പക്ഷെ അതിൽ നിന്നൊന്നും പക്ഷെ ആ മഹാജനപദങ്ങളിലൊന്നും എന്ത് ലഭ്യമായില്ല എന്നാ പറയുന്നത്? അഗ്രികൾച്ചറൽ സർപ്ലസ് വാസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. കാർഷിക മേഖലയിൽ നിന്നുള്ള ആ സമിച്ചം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ മഹാജനപദങ്ങൾ എത്ര എണ്ണമാണ് രൂപീകരിച്ചത്? The establishment of 15 Mahajanpadas along with their capital city and standing armies could not achieve agricultural surplus was not produced. 16 മഹാജനപദങ്ങൾ രൂപീകരിച്ചെങ്കിലും അതിൽ നിന്നൊന്നും കാർഷിക മേഖലയിലേക്ക് വലിയൊരു സർപ്ലസ് നേടാൻ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത്. And then this consolidation of Mauryan Empire under Ashoka regime is compelling story of these factors. പക്ഷേ ഇവിടെ അശോകന്റെ നേതൃത്വത്തിൽ ദ കൺസോളിഡേഷൻ ഓഫ് മൗര്യൻ എംപയർ അണ്ടർ അശോക റെജിം ഇൻ സ്റ്റോറി ഓഫ് ദ ഫാക്ടേഴ്സ്. പക്ഷെ ഈ മഹാജനപദങ്ങളൊക്കെ രൂപീകരിച്ചപ്പോൾ തന്നെ ആരുടെ കൺസോളിഡേഷൻ അവിടെ ഉണ്ടായി? ഏത് എംപയർ ആണ് ഉണ്ടായിരുന്നത്? മൗര്യൻ എംപയർ അണ്ടർ അശോക റെജിം. അശോകന്റെ നേതൃത്വത്തിലുള്ള ഒരു മൗര്യൻ ഡൈനാസ്റ്റി ആയിരുന്നു, അല്ലെങ്കിൽ മൗര്യൻ എംപയർ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ് ലെഫ്റ്റ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിൽ പറയുന്ന ലാസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് വ്യക്തമാക്കാനുള്ളത്. അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് നാഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ കൊളോണിയൽ ഇന്ത്യ. കൊളോണിയൽ ഇന്ത്യയിലെ നാഷനെ കുറിച്ചും സ്റ്റേറ്റിനെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ടുഡേ when we refer to India, we think of it as a nation, state consisting of 29 states and 7 union territory. ഇന്നത്തെ കാലഘട്ടത്തിൽ ടുഡേ when we refer to India, we think of it as a nation, state consisting of 29 states, 29 സംസ്ഥാനങ്ങളും 7 യൂണിയൻ ടെറിറ്ററി, 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയെ തരംതിരിച്ചിട്ടുള്ളത്. തെലുങ്കാന അടക്കം 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടാണ് ഇന്ന് ഇന്ത്യയെ തരംതിരിച്ചിട്ടുള്ളത്. There is clearly a specified Indian territory related by Indian state. ഇന്ത്യയിലെ ഓരോ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ട് എന്താണ്? വളരെയധികം ബന്ധം നിലനിർത്തുന്നു. ദിസ് ഈസ് ക്ലിയർലി എ സ്പെസിഫൈഡ് ഇന്ത്യൻ ടെറിറ്ററി റൂൾഡ് ബൈ ഇന്ത്യൻ സ്റ്റേറ്റ്. മാത്രമല്ല ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ട് ഈ ഇന്ത്യൻ ടെറിറ്ററി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി ഭരണത്തോടു കൂടി തന്നെയാണ് ഏത് പ്രദേശങ്ങൾ നിലനിൽക്കുന്നത്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലനിൽക്കുന്നത്. ഇറ്റ് ഹാസ് എ ഫ്ലാഗ്, നാഷണൽ ആന്തം, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോഡിഫൈഡ് ലീഗൽ നോംസ് ആൻഡ് റൈറ്റ് ഫോർ ഈ സിറ്റിസൺ. അതുകൊണ്ട് തന്നെ ഓരോ പൗരനും ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യണം? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്ലാഗ് ഉണ്ട്, പതാക, നാഷണൽ ആന്തം ദേശീയ ഗാനം, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോഡിഫൈഡ് ലീഗൽ നോംസ് നമുക്ക് നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഭരണഘടനയും സ്വന്തമായിട്ടൊരു ഭരണഘടനയും ഒക്കെ നിലനിൽക്കുന്ന റൈറ്റ് അവകാശങ്ങൾ, ഒരു സിറ്റിസണിന്റെ ഒരു പൗരന്റെ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭരണഘടനയും നമ്മൾക്കുണ്ട്.
ഇതാണ് നാഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ കൊളോണിയൽ ഇന്ത്യ എന്ന ആ ടോപ്പിക്കിലെ ആദ്യ ഭാഗത്ത് പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കൊളോണിയലിസം ആൻഡ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ബിഫോർ കൊളോണിയൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ആന്റി കൊളോണിയൽ സ്ട്രഗിൾ എവിടെ നിലനിന്നിരുന്നു? ആന്റി കൊളോണിയൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ദർ വർ ഫ്യൂഡൽ കിങ്ഡം ആൻഡ് ഫീൽഡ് ഇൻ ഇന്ത്യ ബട്ട് ദ ടെറിറ്ററി ദേ റൂൾഡ് വേർ ലിമിറ്റഡ് ജോഗ്രഫിക്കലി. അതായത് ഒരു ലിമിറ്റഡ് ജോഗ്രഫിക്കലി, ഒരു ലിമിറ്റഡ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ പ്രദേശങ്ങളിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭരണത്തിനെതിരെ ശക്തമായ എതിർപ്പ് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നാഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ കൊളോണിയൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെയും കോളനിവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് ഇന്ത്യൻ സമൂഹം നിലനിന്നിരുന്നത്. പിന്നീട് ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരെ ഇവിടെ ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം സ്വതന്ത്രമാക്കപ്പെടുകയും അങ്ങനെ നമ്മുടെ രാജ്യം സ്വതന്ത്രവൽക്കരിക്കപ്പെടുകയും അങ്ങനെ നമ്മൾക്കൊരു 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ദേശീയ പതാകയും ദേശീയ ഗാനവും ഭരണഘടനയും അവകാശങ്ങളും പൗരന് അവന്റേതായിട്ടുള്ള അവകാശങ്ങളും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ത്യ മാറുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് നാഷൻ സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ എലിമെന്റ്സ് ഓഫ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടത് എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം നമ്മുടെ രാജ്യത്തിന്റെ ഏകീകരണത്തിന്? ഏതൊക്കെ ഫാക്ടേഴ്സ് വേണം? പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ വേണം, ലീഗൽ യൂണിഫിക്കേഷൻ വേണം, എക്കണോമിക് യൂണിഫിക്കേഷൻ വേണം, രാഷ്ട്രീയ യൂണിഫിക്കേഷൻ. എന്താ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മ അഥവാ ഒത്തൊരുമ. നമുക്കറിയാം ഇവിടെ പറയാണ് പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ Desai writes that one of the significant results of British conquest of India was the establishment of a centralized state which brought about for the first time in Indian history real and basic political administrative unification of the country. അതായത് ഇന്ത്യ ചരിത്രത്തിൽ നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് എന്താണ് ആവശ്യം? രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു യൂണിഫിക്കേഷൻ ആണ് നമ്മൾക്ക് വേണ്ടത്. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെയും ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരെയും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു യൂണിഫിക്കേഷൻ വേണമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി ലീഗൽ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു ഒരുമ. പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് യൂണിഫിക്കേഷൻ ഓഫ് ഇന്ത്യ കണ്ടർമിയസ് വിത്ത് ലീഗൽ യൂണിഫിക്കേഷൻ. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനും എക്കണോമിക് യൂണിഫിക്കേഷനും തമ്മിൽ കൂടി ചേർന്നുകൊണ്ടാണ് ഏതുണ്ടാവുക? ലീഗൽ യൂണിഫിക്കേഷൻ. അതായത് ലീഗൽ യൂണിഫിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ ബന്ധം പുലർത്തണം? പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ആൻഡ് എക്കണോമിക് യൂണിഫിക്കേഷൻ, സാമ്പത്തിക യൂണിഫിക്കേഷനും അതേപോലെ തന്നെ രാഷ്ട്രീയ യൂണിഫിക്കേഷനും ഉണ്ടാവുമ്പോഴാണ് അവിടെ എന്ത് നിലനിർത്താൻ സാധിക്കുള്ളൂ? ഒരു ലീഗൽ യൂണിഫിക്കേഷൻ നിലനിർത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് എ യൂണിഫോം റീജിയൻ ഓഫ് ലോ ഇൻ ദ കൺട്രി. ദേ എനാക്റ്റഡ് ലോ ആൻഡ് കോഡിഫൈഡ് ദം. ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പാക്കിയ പല നിയമങ്ങളിലും പിന്നീട് എന്ത് ചെയ്യാണ് ചെയ്തത്? കോഡിഫൈഡ് ഓർ മോഡിഫിക്കേഷൻ, അതിനെയൊക്കെ ആധുനികവൽക്കരിക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലീഗൽ യൂണിഫിക്കേഷൻ. അടുത്തതാണ് എക്കണോമിക് യൂണിഫിക്കേഷൻ, സാമ്പത്തികപരമായിട്ടുള്ള ഒരു യൂണിഫിക്കേഷൻ. എക്കണോമിക് യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ Desai summarized that because of the British there was an extensive and basic political, administrative and legal unification of the country for the first time in Indian history. ഒരു ലീഗൽ യൂണിഫിക്കേഷനും രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണവ്യവസ്ഥയും നിലനിൽക്കണമെങ്കിൽ അവിടെ ആദ്യം എന്ത് വേണം? സാമ്പത്തികപരമായിട്ടുള്ള ഒരു യൂണിഫിക്കേഷൻ നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്?
ബ്രിട്ടീഷ് ഭരണ കാലഘട്ടം തൊട്ട് തന്നെ എക്കണോമിക് യൂണിഫിക്കേഷൻ ഇവിടെ എന്ത് ചെയ്തിരുന്നു, പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം ഇന്ത്യൻ പീപ്പിൾ എക്കണോമിക്കലി ത്രൂ എ സിസ്റ്റം എക്സ്ചേഞ്ച് റിലേഷൻ. നമുക്കറിയാം ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യൻ ജനത സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്യപ്പെട്ടിരുന്നു, എക്സ്ചേഞ്ച് റിലേഷൻ, കൈമാറ്റ ബന്ധം പുലർത്തിയവരായിരുന്നു. അപ്പൊ സാമ്പത്തിക യൂണിഫിക്കേഷൻ ഉണ്ടാവുക ഏതിലൂടെയാണ്, എക്സ്ചേഞ്ച് റിലേഷനിലൂടെയാണ്, കൈമാറ്റ ബന്ധത്തിലൂടെയാണ് സാമ്പത്തികപരമായ യൂണിഫിക്കേഷൻ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കൈമാറ്റ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ സാധനം വേറൊരാൾ വാങ്ങുമ്പോൾ ആ സാധനത്തിന് അതിൻ്റെതായ വില കിട്ടും, അത് സമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് എക്കണോമിക് യൂണിഫിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് പറയാനുള്ള കാരണം, എക്സ്ചേഞ്ച് റിലേഷൻ നിലനിർത്തണം എന്ന് പറയാനുള്ള കാരണം. ഇത്രയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ഓഫ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഐഡിയ ഓഫ് ദ നാഷൻ, ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആൻഡ് ദ ഐഡിയ ഓഫ് ദ നാഷൻ. അതായത് ആന്റി കൊളോണിയൽ മൂവ്മെന്റ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മൂവ്മെന്റ്, പ്രസ്ഥാനം, ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആൻഡ് ഐഡിയ ഓഫ് ദ നാഷൻ. എവിടെ, നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഷോർട്ടായിട്ട് പറയുന്നത്. In the stage of their knowledge about themselves and others grew, they began to identify the culture features that were common to them and they recognize a unity in the diversity of their region and language. നമ്മളിൽ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും, റീജിയൻ ആയാലും ലാംഗ്വേജ്, പ്രാദേശികപരവും ഭാഷാപരവുമായിട്ടുള്ള യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും നമ്മളിൽ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നെയാണ്, നമ്മൾ നേടിയ നമ്മളുടെ നോളജിൽ ഉണ്ടായ വളർച്ചയാണ്. നമ്മളുടെ അറിവ് വർദ്ധിച്ചപ്പോൾ നമ്മളിൽ എന്തും വർദ്ധിച്ചു, യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും വർദ്ധിച്ചു. അത് ആർക്കെതിരെ തിരിയാനും കാരണമായി, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റിന് കാരണമായി. The state of their knowledge about themselves and others grew. ഓരോ സംസ്ഥാനങ്ങളിലും നോളജ് വർദ്ധിച്ചു. They began to identify the cultural features were common to them and recognize a unity in the diversity of their region and language. പ്രാദേശികപരമായിട്ടും ഭാഷാപരമായിട്ടും അതെന്തിന് കാരണമായി തീർന്നു, യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും നിലനിർത്താൻ കാരണമായി. അത് ആർക്കെതിരെ തിരിയുന്നതിനും കാരണമായി, ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റിന് തുടക്കം കുറിച്ചു. And then modern democratic ideas that began to transform India from a country, a geographical and cultural entity into a nation state. അതേപോലെ തന്നെ ആധുനിക ജനാധിപത്യപരമായ ആശയങ്ങൾ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായിട്ടും ഉത്ഭവിക്കുന്നതിനും കാരണമായി. മോഡേൺ ഡെമോക്രാറ്റിക് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താ, ആധുനിക ജനാധിപത്യ ആശയങ്ങൾ ഇന്ത്യയിൽ വന്നതോടുകൂടി അത് ഭൂമി ജോഗ്രഫിക്കലായിട്ടും കൾച്ചറൽ സാംസ്കാരികപരമായിട്ടും എല്ലാ ഭാഗത്തേക്കും അത് വ്യാപിക്കുന്നതിനും അതെന്തിനും വഴിയൊരുക്കി, ആന്റി കൊളോണിയൽ മൂവ്മെന്റിന് കാരണമായി തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നത്. അപ്പൊ എടുത്ത ടോപ്പിക്കുകൾ ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്ത ടോപ്പിക്ക് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യ, അതിനുശേഷം ട്രാൻസ്ഫോർമേഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ, അതിനുശേഷം നാഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ കൊളോണിയൽ ഇന്ത്യ, അതിന്റെ എലമെന്റ്സ് ഏതൊക്കെ, പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ, ലീഗൽ യൂണിഫിക്കേഷൻ, എക്കണോമിക് യൂണിഫിക്കേഷൻ. അതിനുശേഷം നമ്മൾ എടുത്തത് ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആൻഡ് ഐഡിയാസ് ഓഫ് ദ നാഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1 ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റിയിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ നോട്ട്സ് ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ.